Hi guys, welcome back to Chemistry Tips. FSO എക്സാമിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റോടും എനർജിയോടും കൂടി നിങ്ങൾ പഠനം തുടരുക. ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ് എന്ന മൊഡ്യൂളിലെ വളരെ പ്രധാനപ്പെട്ട സെക്ഷൻസും അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. FSO റിലേറ്റഡ് ബുക്ക്ലെറ്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. കൂടുതൽ നോട്ട്സും ക്വസ്റ്റ്യൻസും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സെക്ഷൻ 24, restriction of advertisement and prohibition as to unfair trade practice. അതായത് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസിന് വേണ്ടി അതിൻ്റെ സെയിലിനോ സപ്ലൈക്കോ വേണ്ടി ഒരു അഡ്വർടൈസ്മെൻറ്റും അനുവദിക്കുന്നതല്ല. നോ അഡ്വർടൈസ്മെൻറ്റ് ഷാൾ ബി മെയ്ഡ് ഓഫ് എനി ഫുഡ് which is misleading, unfair trade practice for purpose of promoting the sale, supply and use. Next one, section 25, import of food. Import എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Import means bringing into India any article of food by land, sea or air. ഏതു വിധേനയും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. മലയാളത്തിൽ പറഞ്ഞാൽ ഇറക്കുമതി. Then unsafe or misbranded or substandard food not imported to India. ഇറക്കുമതി കയറ്റുമതി എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇമ്പോർട്ട് ചെയ്യുക, ഇറക്കുമതി. Then unsafe or misbranded or substandard food not import to India. ഈ സെക്ഷൻ പ്രകാരം പറയുന്നത് അൺസേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കുറവായിട്ടുള്ള ഫുഡ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സെക്ഷൻ 26, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. അതായത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 26. ഫുഡ് സേഫ്റ്റി ആക്ട് അതുപോലെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് എന്ന് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ ഓൾ സ്റ്റേജസ് ആയിട്ടുള്ള അതായത് പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, ഇമ്പോർട്ട്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ, ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായിരിക്കണം. ഇതിനെക്കുറിച്ചാണ് സെക്ഷൻ 26 പറയുന്നത്. എവറി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഷോൾ എൻഷുർ ദാറ്റ് ദ ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് സാറ്റിസ്ഫൈ റിക്വയർമെൻറ്റ്സ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ. That is all stages of production, processing, import, distribution and sale within the business under his control. Section 27, liability of manufacturer, packers, wholesalers, distributors, sellers. ഇപ്പോൾ മാനുഫാക്ചറർ ആണെങ്കിലും പാക്കേഴ്സും അതുപോലെ ഹോൾസെയിലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സെല്ലേഴ്സ് ഇവരെല്ലാം അതിന് റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കണം. അതായത് ആ ഫുഡ് അൺസേഫ് അല്ല എന്നുള്ളതിന്. അതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അതായത് ഇപ്പോൾ സപ്ലൈഡ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് എക്സ്പയറി, അപ്പോൾ അത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് എല്ലാം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഈ പറഞ്ഞ മാനുഫാക്ചറിനാണേലും പാക്കേഴ്സിനാണേലും ഹോൾസെയിലേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും സെല്ലേഴ്സിനും ഒക്കെ ഉണ്ടായിരിക്കും. അവരുടെ ലയബിലിറ്റീസിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നതാണ് സെക്ഷൻ 27. സെക്ഷൻ 30, കമ്മീഷണർ ഓഫ് ദ ഫുഡ് സേഫ്റ്റി. ഫുഡ് സേഫ്റ്റി കമ്മീഷണറിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 30. അദ്ദേഹത്തിൻ്റെ പവേഴ്സിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൾ അപ്പോയിൻറ്റ് ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഫോർ ദ സ്റ്റേറ്റ് ഫോർ എഫിഷ്യൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റേറ്റിന് ഒരു കമ്മീഷണർ ആയിരിക്കും ഉണ്ടാവുക. അത് ഒരു IAS എക്സാം എഴുതി ആ ലെവലിലാണ് കമ്മീഷണർ ആവാൻ സാധിക്കുന്നത്. പ്രൊമോഷന് നമുക്ക് അത്രയും എത്താനായിട്ട് സാധിക്കില്ല. സെക്ഷൻ 31, ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫുഡ് ബിസിനസ്.
അതായത് ലൈസൻസ് ഇല്ലാതെ നമുക്കൊരു ഫുഡ് ബിസിനസ് നടത്താൻ സാധിക്കുകയില്ല. നോ ഫുഡ് ബിസിനസ് എക്സെപ്റ്റ് അണ്ടർ എ ലൈസൻസ്. ലൈസൻസ് ഗ്രാൻറ്റ് ചെയ്യുന്നത് സെക്ഷൻ 31 പ്രകാരമാണ്. ലൈസൻസ് ഗ്രാൻറ്റഡ് അണ്ടർ സെക്ഷൻ 31. ദെൻ സെക്ഷൻ 32 ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ്. ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് സെക്ഷൻ 32 ആക്ട് പ്രകാരമാണ്. ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. സെക്ഷൻ 33 പ്രൊഹിബിഷൻ ഓർഡർ. പ്രൊഹിബിഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറാണ്. RDO റവന്യൂ ഡിവിഷണൽ ഓഫീസ്. ചെറിയ രീതിയിലുള്ള കുറ്റങ്ങൾ, അതായത് ലാബലിംഗ്, മാനുഫാക്ചറിംഗ് ഡേറ്റ്, സബ്സ്റ്റാൻഡേർഡ്, മിസ്ബ്രാൻഡഡ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അൺസേഫ് ആയിട്ടുള്ള ഫുഡ് ബിസിനസ് ആണെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് തീരുമാനമെടുക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 35 നോട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് പോയ്സണിങ്. ഫുഡ് പോയ്സണിങ് നോട്ട് ചെയ്യുവാനായിട്ട് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ തീർച്ചയായും ഇവരുടെ ഫുഡ് അതോറിറ്റിയിൽ ഉണ്ടാവണം എന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 35 പറയുന്നത്. ഫുഡ് അതോറിറ്റി മേ റിക്വയർ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് carrying on their profession in any local area specified in the notification. Next, section 36 designated officer. എന്താണ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പവർ എന്താണ് എന്നതെല്ലാമാണ് ഈ സെക്ഷനിൽ പറയുന്നത്. കമ്മീഷണറാണ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഡെസിഗ്നേറ്റഡ് ഓഫീസർ തന്നെയാണ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ എന്നും അറിയുന്നത്. ഓരോ ജില്ലയ്ക്കും ഓരോ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഉണ്ടായിരിക്കും. ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഷോൾ അപ്പോയിൻറ്റഡ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഫോർ ഈച്ച് ഡിസ്ട്രിക്റ്റ്. സെക്ഷൻ 37 ഫുഡ് സേഫ്റ്റി ഓഫീസർ. ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ കുറിച്ച് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 37. അദ്ദേഹത്തെ നിയമിക്കുന്നത് കമ്മീഷണറാണ്. ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഷോൾ അപ്പോയിൻറ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് സെക്ഷൻ 38 ആണ് പവർ ഓഫ് FSO എന്നത്. പവർ വേറെ സെക്ഷനിലാണ് പറയുന്നത്. സോ വാട്ട് ഈസ് സെക്ഷൻ 38? പവർ ഓഫ് FSO. അതായത് സാമ്പിൾ, ഫുഡ് ഐറ്റത്തിൻ്റെ സാമ്പിൾ എടുക്കുക, അത് ഇൻസ്പെക്ഷന് വേണ്ടി കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. കമ്മീഷണറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തായിരിക്കും, അതായത് ഇന്ന സാമ്പിൾ എടുക്കണം എന്ന് മുൻകൂട്ടി ലഭിക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരമായിരിക്കും FSO സാമ്പിളുകൾ ടെസ്റ്റിന് അയക്കുന്നത് ഫുഡ് അനലിസ്റ്റിനായിരിക്കും. അദ്ദേഹത്തിൻ്റെ ലാബിലേക്കായിരിക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ടേക്ക് സാമ്പിൾ ഓഫ് എനി ഫുഡ് ആൻഡ് ഇൻസ്പെക്ട്. FSO follow the guidelines issued by Commissioner of Food Safety from time to time. ഇടയ്ക്കിടെ അവർക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് റൈസോ പയറുവർഗ്ഗങ്ങൾ ഏതാണെങ്കിൽ ആ സാമ്പിൾ കളക്ട് ചെയ്യുക, എന്നിട്ട് ടെസ്റ്റിനായി അയച്ചു കൊടുക്കുക. ഇതാണ് പ്രധാനമായും FSOയുടെ പവർ. ദെൻ സെക്ഷൻ 46 ഫങ്ഷൻസ് ഓഫ് ഫുഡ് അനലിസ്റ്റ്. അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസർ അയച്ചു കൊടുക്കുന്നത് ഫുഡ് അനലിസ്റ്റിൻ്റെ ലബോറട്ടറിയിലേക്കായിരിക്കും, കൊറിയർ ആയിട്ടായിരിക്കും അയച്ചു കൊടുക്കുന്നത്. അവർ ആ സാമ്പിൾ അനലൈസ് ചെയ്യുന്നു. അതാണ് പ്രധാനമായും ഫുഡ് അനലിസ്റ്റിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇന്ന് തൽക്കാലം സെക്ഷൻസ് ഇവിടെ നിർത്തുകയാണ്. ഒരുപാട് സെക്ഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അടുത്തത് പെനാൽറ്റിയെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട സെക്ഷനുകളാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഇന്ന് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫുഡ് അതോറിറ്റി ഷോൾ പ്രിപ്പയർ ഇറ്റ്സ് ബഡ്ജറ്റ് ഫോർ ദ എവറി ഡാഷ് ഫിനാൻഷ്യൽ ഇയർ. ഓപ്ഷൻ 1, 2, 3, 5. Correct answer option A 1. Food authority shall prepare its budget for the every one financial year. ഓരോ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കും. Then next question, dash has the power to make rules under FSSA. Options FSSAI, central government, state government, both B and C. Correct answer option B, central government. Central government has the power to make rules under FSSA. Next one, dash has power to make regulations under FSSA. Options FSSAI,
Central government, state government, both B and C. Correct answer option A, FSSAI. FSSAI has power to make regulations under FSSA. Next one, dash is appointed under section 36 of FSSA. Options: Food Safety Officer, Designated Officer, Commissioner, Food Authority. നമ്മിപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഡെസിഗ്നേറ്റഡ് ഓഫീസർ. ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെയാണ് സെക്ഷൻ 36 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഡാഷ് ഈസ് അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 30 ഓഫ് FSSA. ഓപ്ഷൻസ്: ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഡെസിഗ്നേറ്റഡ് ഓഫീസർ, കമ്മീഷണർ, ഫുഡ് അതോറിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കമ്മീഷണർ. സെക്ഷൻ 30 പ്രകാരം അപ്പോയിൻമെൻറ്റ് നടത്തുന്നതാണ് കമ്മീഷണർ. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 37 ഓഫ് FSSA. ഓപ്ഷൻസ്: ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഡെസിഗ്നേറ്റഡ് ഓഫീസർ, കമ്മീഷണർ, ഫുഡ് അതോറിറ്റി. കറക്റ്റ് ആൻസർ ഫുഡ് സേഫ്റ്റി ഓഫീസർ. Food Safety Officer is appointed under section 37 of FSSA. Next one, the member of Food Safety and Standard Authority of India should not be below the rank of options: Commissioner, Designated Officer, Joint Secretary, Secretary. മൊത്തം 22 മെമ്പേഴ്സും ഒരു ചെയർപേഴ്സണും. അതാണ് ഇതിലെ മെമ്പേഴ്സിൻ്റെ കണക്ക്. മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കേൾക്കണം. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് വീഡിയോ എന്നത്. ദെൻ അവരുടെ റാങ്ക്, അതായത് ഓരോ മെമ്പറിൻ്റെ റാങ്ക് ഒരു ജോയിൻറ്റ് സെക്രട്ടറിയേക്കാളും കുറവാവാൻ പാടില്ല. ദ മെമ്പർ ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഷുഡ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് സെക്രട്ടറി. നെക്സ്റ്റ് വൺ, it is not compulsory to have a member of food authority to be from the following ministry. Options: agriculture, consumer affairs, finance, legislative affairs. Correct answer option C, finance. അഗ്രികൾച്ചർ ആണെങ്കിലും കൺസ്യൂമർ അഫെയർസ്, ലെജിസ്ലേറ്റീവ് അഫെയർസ് ഇതിൽ നിന്നെല്ലാം നിർബന്ധമായും ഒരു മെമ്പർ ഉണ്ടായിരിക്കും. ഫിനാൻസ് മാത്രം നോട്ട് കമ്പൽസറി എന്നാണ് പറയുന്നത്. Next one, IMS stands for options: Integrated Modified Standards, Internationally Modified Standards, Integrated Management System, International Management System. Correct answer option C, Integrated Management System. അതായത് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. എല്ലാ ഓർഗനൈസേഷൻ സിസ്റ്റത്തിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫ്രെയിം വർക്ക്, അതാണ് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ IMS എന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ പവർ ടു ക്യാൻസൽ ദ ലൈസൻസ്? ഓപ്ഷൻസ്: ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഡെസിഗ്നേറ്റഡ് ഓഫീസർ, അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ, ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്കാണ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുള്ളത്. നേരത്തെ പറഞ്ഞു കമ്മീഷണറുടെ കേസ്, പക്ഷേ ഈ ഓപ്ഷനിൽ ഉള്ളത് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറാണ്. ഞാൻ പറഞ്ഞു ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസിനെല്ലാം തീരുമാനമെടുക്കാനും ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള പവർ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്കുണ്ട്. ഗൈസ്, ഇനി നിങ്ങൾക്കായുള്ള ക്വസ്റ്റ്യൻ ആണ്. Food Safety and Standard Act was passed on options: 16th October 2006, 16th August 2006, 23rd October 2006, 23rd August 2006. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.